To the exam special live presented by Tiju Academy Mavilikara, and this is Aishwarya with you people. So very warm welcome and good afternoon to everyone out there. So I am just taking my initial seconds so that your viewers can be here with us to join with us in this particular live session. And as you people can see the title, this is like an exam special live because we are very much aware with the fact that on this coming Saturday another bunch of candidates are going to have their exam. So അതിന് മുന്നായിട്ട് exam special എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന live session, and I welcome each and everyone out there to this. Yes, so good afternoon everyone. All right. Yes, Nimmi, good afternoon. Namita, Anpa, good afternoon. Animal, good afternoon everyone. Okay. Yes, good afternoon everyone. Okay. So are you people ready? Shall we start our today's session? So even though I have titled this as an exam special live where I have been discussing an exam model question paper or a case note, you people can ask all the questions related to your writing module in the exam. What all things that you need to be clarified, നിങ്ങൾക്ക് clarification ചെയ്യേണ്ട areas ഏതൊക്കെയാണ്, നിങ്ങൾക്ക് doubts ഉള്ള areas എന്തൊക്കെയാണ് related to your writing module എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. Let me know through the comment box. I will be clarifying that in between the sessions. So ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യാവുന്നതാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ അതിൻ്റെ കൂടെ തന്നെ ടു സ്റ്റാർട്ട് ആ സെഷൻ ഐ ഹാവ് ടേക്കൺ ആൻ ടോപ്പിക് വേർ ഒരു പഴയ എക്സാമിന് വന്ന ഒരു ലെറ്ററുമായിട്ട് കുറച്ച് സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ എടുക്കുന്നു എന്ന് മാത്രം. സോ യു പീപ്പിൾ ക്യാൻ ആസ്ക് മീ ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു യുവർ റൈറ്റിംഗ് മൊഡ്യൂൾ. എന്തൊക്കെയാണ് ബിഫോർ യുവർ എക്സാമിനേഷൻ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയും എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. Okay, yes, I already got a question where has been diagnosed and was diagnosed. Has been diagnosed and was diagnosed introductionil നമ്മൾ എഴുതാറുണ്ട്. യെസ്, അത് പലർക്കും നമ്മൾ അതിന് മുന്നേ ഒത്തിരി ലൈവ് സെഷൻസിലും അതിനെക്കുറിച്ച് ഡിസ്കഷൻ ചെയ്യുകയുണ്ടായി. ആൻഡ് ഫോർ യുവർ ഫർദർ ക്ലാരിഫിക്കേഷൻ, വി ആർ യൂസിങ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ഇഫ് ഇറ്റ് ഇസ് എ റീസെൻറ്റ് മാനേജ്മെൻറ്റ്. has been diagnosed എന്ന് പറഞ്ഞാൽ if it is a recent management, അതൊരു recent diagnosis, അതൊരു recent diagnosis ആയിരിക്കണം. അതുമാത്രമല്ല we haven't provided a proper management to the patient. പേഷ്യൻറ്റിന് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, മാനേജ്മെൻറ്റ് കൊടുത്തിട്ടില്ല. വളരെ റീസെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് has been diagnosed. For example, a patient is approaching us and we are walking in a clinic and he all of a sudden he approached us and he collapsed in front of us. പേഷ്യൻ്റ് നമ്മുടെ മുന്നിൽ കുഴഞ്ഞു വീണു എന്ന് വിചാരിക്കുക, ആൻഡ് നമ്മളൊരു ക്ലിനിക്കിലാണ്. ആൻഡ് വെൻ വി അസസ് ദ പേഷ്യൻറ്റ് വി ഗോട്ട് ദ ഇൻഫർമേഷൻ ഓർ വി ഫൈനലൈസ് ദാറ്റ് ദ പേഷ്യൻറ്റ് ഇസ് ഹാവിങ് അക്യൂട്ട് MI. പേഷ്യൻറ്റിന് എന്താണ്, ഒരു അക്യൂട്ട് MI ആണ്. ഇപ്പോൾ ക്ലിനിക്കിൽ വെച്ച് നമ്മൾ അക്യൂട്ട് MI ആണെന്ന് കണ്ടുപിടിച്ചു. ബട്ട് സിൻസ് വി ആർ വർക്കിംഗ് ഇൻ എ വെരി സ്മോൾ ലോക്കൽ ക്ലിനിക്, നമുക്ക് അക്യൂട്ട് MI മാനേജ് ചെയ്യാനുള്ള ഫെസിലിറ്റി എവിടെയില്ല, നമ്മുടെ ക്ലിനിക്കിലില്ല. സോ വി ആർ അർജൻറ്റായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ ആർക്ക് കൊടുക്കുന്നു, ഒരു ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുകയാണ്. സോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കാര്യം, വെരി റീസെൻ്റ്ലി വി ഹാവ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ദ പേഷ്യൻറ്റ് ഇസ് ഹാവിങ് MI. സോ റീസെൻറ്റ് ഡയഗ്നോസിസ് ആണ്. നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, മാനേജ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഫോർ ദ മാനേജ്മെൻറ്റ് വി ആർ സെൻഡിങ് ദിസ് പേഷ്യൻറ്റ് ടു എ നിയർ ബൈ ഹോസ്പിറ്റൽ. അപ്പോൾ എന്താണ്, ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് അക്യൂട്ട് MI എന്ന് പറഞ്ഞ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എഴുതാം. ആൻഡ് വെൻ ദ പേഴ്സൺ ഇൻ ദ ഹോസ്പിറ്റൽ അറ്റ് ദ ഹോസ്പിറ്റൽ ഇസ് റിസീവിങ് ദ ലെറ്റർ, ബൈ റീഡിങ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് he or she will be understanding അതൊരു റീസെൻറ്റ് ഡയഗ്നോസിസ് ആണ്. അവർ മാനേജ്മെൻറ്റ് they haven't provided the management
we need to provide the management എന്നവർ തിരിച്ചറിയുകയും ചെയ്യും. സോ ഇതാണ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ. ആൻഡ് വേർ വി ക്യാൻ യൂസ് വാസ് ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി ഹാവ് സ്റ്റെബിലൈസ് ദ സിറ്റുവേഷൻ ഓഫ് ദ പേഷ്യൻറ്റിന് വിത്ത് പ്രോപ്പർ മാനേജ്മെൻറ്റ് നമ്മൾ സിറ്റുവേഷൻ എന്ത് ചെയ്തു, റിക്കവറായി എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീയിങ് ദ പേഷ്യൻറ്റ് ഇസ് സ്റ്റേബിൾ ആൻഡ് ദ പേഷ്യൻറ്റ് ഇസ് അബൌട്ട് ടു ഗെറ്റ് ഡിസ്ചാർജ്. പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആവാൻ പോവുകയാണ്, ഇപ്പോൾ കണ്ടീഷൻ എന്താണ്, സ്റ്റേബിൾ ആണ്. അപ്പോൾ നമുക്കതിനെ എന്ത് പറയാം, വാസ് ഡയഗ്നോസ്ഡ് എന്ന് പറയാം. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. യെസ്, അനുമോൾ ഗുഡ് ആഫ്റ്റർനൂൺ, ശില്പ സൂരജ്, ഏഞ്ചല, സെബി, രമ്യ, നമിത, സെബാസ്റ്റ്യൻ, ജിസ, സജി, രാജേശ്വരി. യെസ്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ ആൻഡ് വെൽക്കം ടു ദിസ് എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻ presented by Tiju's Academy of Mavlikara, and this is Ishwarya here with you people. And Namida got me the next question. Ma'am, first paragraph to hospital with the complaints of, is this the way to write? യെസ്, നമുക്ക് പറയാം. ഫസ്റ്റ് ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റിങ് കംപ്ലയിൻറ്റുമായിട്ട് ഇഫ് ദ പേഷ്യൻ്റ് ഇസ് അപ്രോച്ചിങ് ഇൻ ദ ഹോസ്പിറ്റലിലാണ് പേഷ്യൻ്റ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, മിസ്റ്റർ എക്സ് പേഷ്യൻറ്റിൻ്റെ പേര്. വാസ് അഡ്മിറ്റഡ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ വാസ് അഡ്മിറ്റഡ് എന്ന് പറയുക. ഹോസ്പിറ്റലിൽ പ്രസൻറ്റ് ആകുന്നതേ ഉള്ളതെങ്കിൽ പ്രസൻറ്റഡ് എന്ന് പറയുക. ഇഫ് ഇറ്റ് ഇസ് പ്രസൻറ്റഡ് അവോയ്ഡ് വാസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, അഡ്മിറ്റഡിനാണ്. സോ മിസ്റ്റർ എക്സ് വാസ് അഡ്മിറ്റഡ് to hospital with the complaints of എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കംപ്ലയിൻസുകളൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്യും. ഇഫ് ഇറ്റ് ഇസ് എ സിംഗിൾ കംപ്ലയിൻറ്റ്, ഒരു കംപ്ലയിൻറ്റ് മാത്രമാണുള്ളതെങ്കിൽ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ വിത്ത് ദ കംപ്ലയിൻറ്റ് ഓഫ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അവിടെ ശ്രദ്ധിക്കാവുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വാസ് അഡ്മിറ്റഡ് ആണെങ്കിൽ അഡ്മിഷൻ വിൽ ബി ഹാപ്പനിങ് ഓൺലി ഇൻ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ ടു ഹോസ്പിറ്റൽ എന്ന് എഴുതണം എന്ന് നിർബന്ധമില്ല. പ്രസൻറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, മിസ്റ്റർ എക്സ് പ്രസൻറ്റഡ് ടു ഹോസ്പിറ്റൽ പറയാം. ബിക്കോസ് പ്രസൻറ്റഡ് ആവാൻ ഒരു ഹോസ്പിറ്റലിലും പറ്റും, ക്ലിനിക്കിലും പറ്റും, നിയർ ബൈ ഫെസിലിറ്റിയിലും ഒക്കെ നമുക്ക് പേഷ്യൻറ്റിന് എന്താവാൻ പറ്റും, പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അഡ്മിറ്റഡ് ആകുന്നത് എവിടെയാണ്, ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ എന്നും നമുക്ക് പറയാം. ടു ഹോസ്പിറ്റൽ എഴുതിയില്ലെങ്കിലും അവിടെ എന്തില്ല, വലിയ ഡാമേജിങ് ആവില്ല. ഓക്കെ, യെസ് നമിത, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. താങ്ക് യു. യു ആർ ഓൾവേസ് വെൽക്കം ഡിയർ. അടുത്തത് എന്താണ്, അൻപു is asking me, dear nurse, dear doctor instead of dear sir or madam, which one is correct? If it is a nurse, better to go with dear nurse. For example, if it is a community health nurse എന്നാണ് നമ്മളിപ്പോൾ എഴുതുന്നത്, ആൻഡ് വി ഡോണ്ട് ഹാവ് ദ നെയിം ഓഫ് ദ നേഴ്സിൻ്റെ പേരുമില്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം, അഡ്രസ്സ് എങ്ങനെ വരും, ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് എന്നായിരിക്കും അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുക. സോ സലൂട്ടേഷൻ എന്ത് പറയാം, ഡിയർ നേഴ്സ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ഇപ്പോൾ നമ്മൾ പറയുകയാണത് കൺസൾട്ടൻറ്റ് ഡോക്ടറിനെ എഴുതുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയർ ഡോക്ടർ എഴുതാം. അപ്പം ഡിയർ നേഴ്സ് അങ്ങനെ ഡെസിഗ്നേഷൻ പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു മെൻഷൻ ദ ഡെസിഗ്നേഷൻ ഓൾസോ, ഇഫ് ദ നെയിം ഇസ് ഗിവൻ യു ഹാവ് ടു യൂസ് ദ സർ നെയിം, ഇഫ് ദ ഡെസിഗ്നേഷൻ ഇസ് പ്രൊവൈഡഡ് യു ഹാവ് ടു യൂസ് ദ ഡെസിഗ്നേഷൻ. ഇഫ് ബോത്ത് ദ ഓപ്ഷൻസ് ആർ നോട്ട് പോസിബിൾ, അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഡിയർ സർ ഓർ മാഡം യൂസ് ചെയ്യുക. I hope it is clear, Anpu. Yes, Dichi Paul, good afternoon. Rekha, Jerry, good afternoon everyone. ഓക്കെ, സോ നമ്മൾ ഇതുവരെ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്രസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ ഹാവ് എ ക്വിക്ക് ഡിസ്കഷൻ വിത്ത് എ സാമ്പിൾ മോഡൽ, എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, സോ ആസ് ഐ സെഡ്, ദിസ് ഇസ് എ സാമ്പിൾ മോഡൽ. ഐ ഹാവൻ പ്രിപ്പയർഡ് an entire question paper, but I only went with the main content which you people can develop into a proper letter. Okay, so when it comes to this examination, so ഇത് നമ്മൾ എക്സാമിന് വന്ന ലെറ്റേഴ്സിൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്നും ഫീഡ്ബാക്ക് എടുത്തിട്ട് പഴയ ഒരു എക്സാമിന് വന്ന, പഴയതെന്ന് പറയുമ്പോൾ ഫ്യൂ മന്ത്സ് ബാക്ക് വന്ന ഒരു എക്സാമിൻ്റെ മോഡലിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. സോ ദ ഇൻഫർമേഷൻസ് ഓർ ദ കോണ്ടന്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ലെറ്റർ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹാവ് കളക്റ്റഡ് ഫ്രം ദ സ്റ്റുഡൻസ്. ഓക്കെ, all right, so the letter is from OPD, oncology nurse. So who is the writer of this particular letter? Oncology nurse ആണ് നമ്മുടെ ഈ ലെറ്ററിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത്. യെസ്, അഞ്ജനി ദേവി, good afternoon to you as well. Okay, so the writer ആരാണ്, ഓൺകോളജി നഴ്സാണ്. ആൻഡ് to whom we are writing, community health nursing team. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ടീമിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലെറ്റർ എഴുതുന്നത്. ആൻഡ് ദിസ് ഇസ് എൻ റെഫറൽ
റെഫറൽ ലെറ്റർ ആണെന്നും നമ്മളോട് പറയുന്നുണ്ട്. സോ റെഫറൽ ലെറ്റർ ആണ്, വി ആർ റൈറ്റിംഗ് ഇറ്റ് ടു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ടീം ആൻഡ് ഒരു ഓൺകോളജി നഴ്സും ആണെന്ന് പറയുന്നു. ആൻഡ് അബൌട്ട് ദ പേഷ്യൻറ്റിന് എത്ര വയസ്സുണ്ട്? 76 years ഓൾഡ് ഉള്ള പേഷ്യൻ്റാണ്. ആൻഡ് കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കോളൻ ക്യാൻസർ. സോ പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കോളൻ ക്യാൻസർ ആണ്. ഓക്കെ. And checkup due to in November 2022. So what happened with the patient is, in November 2022 patient came to the medical center for routine checkup due to bleeding per annum. Introduction paragraph will before who shall I put comma. Introduction paragraph will you don't need to put any comma. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിനകത്ത് നമ്മളങ്ങനെ കോമ ഒന്നും യൂസ് ചെയ്യാറില്ല ഇപ്പോൾ. ഓക്കെ. സോ വെൻ ഇറ്റ് കംസ് ടു ദിസ് പെർട്ടിക്കുലർ ലെറ്റർ, ഇൻ November 22 ദ പേഷ്യൻറ്റ് കെയിം ടു ദ മെഡിക്കൽ സെൻറ്റർ ഫോർ റുട്ടീൻ ചെക്കപ്പ് ഡ്യൂ ടു ബ്ലീഡിങ് ആനം. സോ അവർക്ക് എന്താണ്? ആനൽ ബ്ലീഡിങ്ങുമായിട്ട് പേഷ്യൻറ്റ് റുട്ടീൻ ചെക്കപ്പിന് ഇൻ November 2022 ഇസ് കമ്മിങ് ടു ദ മെഡിക്കൽ സെൻറ്റർ. ഹിസ്റ്ററി ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പേഷ്യൻറ്റിന് എന്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു? പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു. കറൻ്റ്ലി നോർമൽ. ഇപ്പോൾ അവർക്ക് എന്താണ്? നോർമലാണ്. So when this particular patient came to the medical center for the routine checkup due to anal bleeding, what we have done is investigated with routine examination and occult blood test plus CT scan which confirmed colon cancer. So അവർക്ക് നമ്മൾ when the patient presented with the anal bleeding, അതാണ് നമ്മൾ പ്രസൻറ്റിംഗ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നടത്തിയത്? റുട്ടീൻ എക്സാമിനേഷൻ നടത്തി, ഒക്കൽഡ് ബ്ലഡ് ടെസ്റ്റ് നടത്തി, പ്ലസ് CT സ്കാനും നടത്തി. സോ ബ്ലഡ് ടെസ്റ്റ് CT ആൻഡ് ബ്ലഡ് ടെസ്റ്റ് confirmed his routine examination, CT and blood test confirmed colon cancer. അതാണ് എന്ത് ചെയ്തത്? ഈ 3 കാര്യങ്ങളും എന്ത് കൺഫേം ചെയ്തു? അവരുടെ കോളൻ ക്യാൻസർ കൺഫേം ചെയ്തു. ആൻഡ് റെഫറൽ മെയ്ഡ് ഫോർ ഓൺകോളജി അഡ്മിഷൻ ആൻഡ് ഡൺ സർജറി ഓൺ 3/12/2022. സോ പേഷ്യൻ്റ് വന്നത് നവംബറിലാണ്. 12 എന്ന് പറയുമ്പോൾ 3rd December. സോ ദ പേഷ്യൻറ്റ് എന്ത് നടത്തി? ദ പേഷ്യൻറ്റ് അണ്ടർവെൻറ്റ് ദ സർജറി. പേഷ്യൻറ്റിന് സർജറി നടന്നു. പുട്ട് പെരിഫറൽ ഇൻസേർട്ടഡ് കത്തീറ്റർ, സെൻട്രൽ കത്തീറ്റർ. അപ്പോൾ പേഷ്യൻറ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? മാനേജ്ഡ് വിത്ത് പെരിഫറലി ഇൻസേർട്ടഡ് സെൻട്രൽ കത്തീറ്റർ. അത്രയും വെച്ചിട്ട് മാനേജും ചെയ്തു. ആഫ്റ്റർ പ്രോഗ്രസ് ഹി ഗോട്ട് ഡിസ്ചാർജ് ടുഡേ ആൻഡ് മേക്ക് റെഫറൽ ടു കമ്മ്യൂണിറ്റി നഴ്സിംഗ് ടീം. സോ ഹിയർ ഇസ് എ ടൈപ്പിംഗ് എറർ ഓവർ ദെയർ. ഇറ്റ്സ് കമ്മ്യൂണിറ്റി നഴ്സിംഗ് ടീമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ പേഷ്യൻറ്റിന് സർജറി കഴിഞ്ഞിട്ട് ദ patient is going to discharge today. Patient ഇന്ന് എന്താവുകയാണ്? ഡിസ്ചാർജ് ആവുകയാണ്. ആൻഡ് വി ആർ റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു റെഫർ ദ പേഷ്യൻറ്റ് ടു ദ കമ്മ്യൂണിറ്റി നഴ്സിംഗ് ടീം. കമ്മ്യൂണിറ്റി നഴ്സിംഗ് ടീമിന് റെഫർ ചെയ്യാനാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോണ്ടൻറ്റ് മനസ്സിലായി തോന്നുന്നു. ഞാൻ ഐ ഹോപ്പ് യു പീപ്പിൾ അണ്ടർസ്റ്റുഡ് ദ കോണ്ടൻറ്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ലെറ്റർ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ പേഷ്യൻറ്റ് 76 years ആണെന്ന് പറയുന്നു. അപ്പം യു പീപ്പിൾ ഓൾറെഡി നോ ദ ഡേറ്റ് എങ്ങനെ എഴുതണമെന്നറിയാം, അഡ്രസ്സ് എങ്ങനെ നിങ്ങൾക്ക് എഴുതണം എന്നറിയാം. യു നോ ഹൗ ടു മേക്ക് ദ സല്യൂട്ടേഷൻ ആസ് വെൽ ആൻഡ് the referral line too. And when it comes to the introduction വരുമ്പോൾ referral letter ആണെന്ന് പറയുന്നുണ്ട്. So you can make the introduction as I am writing to refer എന്ന് പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ എഴുതാം. I am writing to refer. പേഷ്യൻറ്റിൻ്റെ പേര് തൽക്കാലത്തേക്ക് ഞാൻ എന്താണ് അദ്ദേഹത്തെ വിളിക്കുന്നത്? മിസ്റ്റർ എക്സ് എന്ന് വിളിക്കുന്നു. So I am writing to refer Mr. X who requires ആഫ്റ്റർ സർജറി ഷീ ഈസ് ബീങ് ഡിസ്ചാർജ് ടുഡേ. നമ്മിത് കണ്ടിന്യൂയിങ് കെയർ ആണോ അസിസ്റ്റൻസ് ആണോ വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാവുന്നതാണ്. Okay, I am writing to refer. അത്രയും ക്ലിയർ ആണ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ റിക്വയർമെൻറ്റ്. സോ ആഫ്റ്റർ ദ ഡിസ്ചാർജ് എന്തൊക്കെയാണ് പേഷ്യൻറ്റിന് വേണ്ട റിക്വയർമെൻ്റ് എന്ന് നോക്കാം. സോ പ്ലാനിങ് ഫോർ കീമോതെറാപ്പി സൈക്കിൾ ഫ്രം 14/1/2023. സോ നീഡ് കണ്ടിന്യൂഡ് കെയർ ത്രൂ ഔട്ട് ട്രീറ്റ്മെൻറ്റ് പീരീഡ് അറ്റ് കമ്മ്യൂണിറ്റി. സോ ഇവൾക്ക് വേണ്ട ഫസ്റ്റ് പർപ്പസ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂയിങ് കെയർ ആണ് വേണ്ടത് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. പേഷ്യൻറ്റിന് എന്ത് ആവശ്യമുണ്ട്? കണ്ടിന്യൂയിങ് കെയർ
കെയർ ആവശ്യമുണ്ടെന്ന് പറയാം. ആൻഡ് റെഫർ ഹിം ടു ഹോസ്പിറ്റൽ ഇഫ് ടെമ്പറേച്ചർ മോർ ദാൻ 38. ഇഫ് ദ പേഷ്യൻറ്റിൻ്റെ ടെമ്പറേച്ചർ മോർ ദാൻ 38 ആണെങ്കിൽ പേഷ്യൻറ്റിനെ എങ്ങോട്ട് വിടാം? ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാം. കീമോ ടൈം നീഡ് ഹോം വിസിറ്റ്. സോ കീമോ ടൈമിൽ കീമോ സൈക്കിൾസിൻ്റെ ഇടയ്ക്ക് വി ആർ സപ്പോസ് ടു ഗീവ് ഹോം വിസിറ്റ് ടു ദ പേഷ്യൻറ്റ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും, ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാനാണ്, ഹോം വിസിറ്റ് ചെയ്യാനായിട്ട് എഴുതാൻ പാടില്ല. ഇതിൻ്റെ കീമോ സെഷൻസിൻ്റെ ഇടയ്ക്കാണ് ഹോം വിസിറ്റ് വേണ്ടതെന്ന് പറയുന്നു. ആൻഡ് നീഡ് PICC ലൈൻ ഫ്ലഷിംഗ്. PICC ലൈൻ ഫ്ലഷിംഗ് നമ്മളോട് പറയുന്നുണ്ട്. സർജിക്കൽ ഡ്രസ്സിങ് ചേഞ്ചസും പറയുന്നുണ്ട്. സോ സർജിക്കൽ ഡ്രസ്സിങ് എന്ന് പറയും ഡ്രസ്സിങ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അതും നമുക്ക് എന്തായിട്ട് നോക്കാം? കണ്ടിന്യൂയിങ് കെയർ ആയിട്ട് പറയാം. സോ കണ്ടിന്യൂയിങ് കെയറിനെ ഒരു പേർപ്പസ് ആക്കി എടുക്കാം. അത് കഴിഞ്ഞ് ദ സെക്കൻഡ് പേർപ്പസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി വി ക്യാൻ ഗോ വിത്ത് സപ്പോർട്ട് ഓർ അസിസ്റ്റൻസ് നമുക്ക് ചൂസ് ചെയ്യാം. ബിക്കോസ് അസിസ്റ്റൻസ് വേണ്ട കാര്യം എന്തിനൊക്കെയാണ്? ദ പേഷ്യൻറ്റ് നീഡ് ഹോം വിസിറ്റ് ഡ്യൂറിങ് ദ ടൈം of chemotherapy, and if the patient is having temperature above 38 we need to send the patient back to the hospital. അപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള ഒരു അസിസ്റ്റൻസും ആർക്ക് ആവശ്യമുണ്ട്? പേഷ്യൻറ്റിന് ആവശ്യമുണ്ട്. I hope it is clear so far. Okay, so as she said, I am writing to refer Mr. X who requires continuing care and assistance എന്നുള്ള കാര്യം നമ്മൾക്ക് പറയാവുന്നതാണ്. Who is continuing care and അസിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ആഫ്റ്റർ ദ സർജറി എന്ന് പറയുന്നുണ്ട് ഷീ ഈസ് ബീങ് ഡിസ്ചാർജ് ടുഡേ. ആൻഡ് നമ്മൾ ബോഡി പാരഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എവ്രി വൺ ഇസ് ഹാവിങ് എ ടെൻഡൻസി ടു യൂസ് ദ പ്രിപ്പൊസിഷൻ ഓൺ വിത്ത് മന്ത് ആൻഡ് ഡേറ്റ്. ഡേറ്റ് എഴുതുമ്പോൾ ഓൺ വേണം എന്നൊരു ടെൻഡൻസി ഉണ്ട്. യെസ്, എക്സാക്ട്ലി, ദ പോയിൻ്റ് ഇസ് കറക്റ്റ്. ഡേറ്റ് എഴുതുമ്പോൾ ഓൺ വേണം. ഡേറ്റ് ഉണ്ടെങ്കിലേ നമ്മളവിടെ എന്തെഴുതാൻ പാടുള്ളൂ? ഓൺ എഴുതാൻ പാടുള്ളൂ. If it is month or year, you have to go with the preposition in. So in November 2022, Mr. X came to the medical center for routine checkup due to bleeding, anal bleeding ആയിട്ട് അവർ ചെക്കപ്പിന് വന്നു എന്ന് നമുക്ക് പറയാം. ആൻഡ് നമ്മൾ എന്തൊക്കെ സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്. ഇപ്പോൾ സെൻറ്റൻസിനെ ഇലാബറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് എങ്ങനെ എഴുതും എന്ന് പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാകാം. സോ അതിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റിന് ഒരു ഫ്രാക്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അത് റിവീൽ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും ഏതായിരിക്കും? എക്സ്റേ ആയിരിക്കും. അപ്പോൾ എക്സ്റേയിൽ കൂടെയാണ് നമ്മൾ ഒബ്വിയസ്ലി ഫ്രാക്ചർ റിവീൽ ചെയ്യുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇഫ് ദ ഡയഗ്നോസിസ് ഇസ് ഫ്രാക്ചർ യു ഓൺലി നീഡ് ടു മെൻഷൻ അബൌട്ട് ദ എക്സ്റേ ദെയർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹിസ് ഓർ ഹെർ എക്സ്റേ റിവീൽഡ് റൈറ്റ് റിസ്റ്റ് ഫ്രാക്ചർ. അവൻ്റെയോ അവളുടെയോ എക്സ്റേ എന്ത് റിവീൽ ചെയ്തു? റൈറ്റ് റിസ്റ്റ് ഫ്രാക്ചർ റിവീൽ ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പോൾ എക്സ്റേ ആണ് നമ്മൾ ഫ്രാക്ചർ റിവീൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, വെൻ ഇറ്റ് കംസ് ടു ദ കണ്ടീഷൻസ് ലൈക്ക് ക്യാൻസർ ഓർ സംതിങ്, നമ്മൾ ഒത്തിരി ബ്ലഡ് ടെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, CT സ്കാനിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ വി വിൽ ബി ക്യാരിയിങ് ഔട്ട് മൾട്ടിപ്പിൾ ഇൻവെസ്റ്റിഗേഷൻസ് ഫോർ ദ പേഷ്യൻറ്റിന് ഒന്നിലധികം ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്യാരി ചെയ്യാറുണ്ട്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്തു പറയാം? എ സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സോ അതിനെ എങ്ങനെ എഴുതും? അപ്പോൾ അവിടെ സീരീസ് എന്ന് എഴുതുമ്പോൾ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് എ സീരിയസ് എന്ന് എഴുതാൻ പാടില്ല. സീരീസ് എന്നാണ് നമ്മൾ പറയുക. എ സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്. എ സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് was performed which revealed the conditions. A series of investigation was performed which revealed the condition. And if you want to mention the name of the investigation, ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ പേരും കൂടി പറയണമെങ്കിൽ a series of investigations like blood test, CT scan were performed which reveal the condition, which reveal colon cancer എന്ന് പറയാം. സോ ഇൻവെസ്റ്റിഗേഷനെ പറ്റി എങ്ങനെ എഴുതാം എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് എൻ ഐഡിയ റിഗാർഡിംഗ് ഹൗ ടു മേക്ക് സെൻറ്റൻസസ് വെൻ ദർ ആർ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എ സിംഗിൾ ഇൻവെസ്റ്റിഗേഷൻ. സോ നമ്മൾ എവിടം വരെയായി? കണ്ടീഷന് റിവീൽഡ് വരെയായി. ആൻഡ് ഓൺ ദ നെക്സ്റ്റ് ഡേ ഹി വാസ് അഡ്മിറ്റഡ് ആൻഡ് അണ്ടർവെൻറ്റ് ദ സർജറി. ഇപ്പോൾ പേഷ്യൻ്റ് എന്തായി? ഫോളോഡ് ബൈ സബ്സിക്വൻ്റ്ലി ഹി വാസ് അഡ്മിറ്റഡ് ആൻഡ് അണ്ടർവെൻറ്റ് ദ സർജറി ഓൺ
സർജിക്കൽ ഡേറ്റ് പറയാം. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി സർജറി കഴിഞ്ഞുള്ള മാനേജ്മെൻറ്റുകളെല്ലാം നമുക്ക് എങ്ങനെ എഴുതാവുന്നതാണ്? പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി സർജറി കഴിഞ്ഞുള്ള സർജിക്കൽ മാനേജ്മെൻറ്റ്സിനെ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാവുന്ന കണക്ടറാണ് എന്തെന്ന് പറയുക? പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. സോ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എഴുതുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ ബിക്കോസ് ദാറ്റ്സ് എ ഹൈഫണേറ്റഡ് വേർഡ് ആൻഡ് യു ഹാവ് ടു പുട്ട് എ കോമ റൈറ്റ് ആഫ്റ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി കഴിഞ്ഞിട്ട് നമുക്ക് എന്തും ചെയ്യണം? ഒരു കോമ കൂടി ഇടണം. സോ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഹി വാസ് മാനേജ്ഡ് വിത്ത് പെരിഫറലി ഇൻസേർട്ടഡ് സെൻട്രൽ കത്തീറ്റർ. അയാൾക്ക് പെരിഫറലി ഇൻസേർട്ടഡ് സെൻട്രൽ കത്തീറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ സർജറി കഴിഞ്ഞുള്ള മാനേജ്മെൻറ്റിനെയൊക്കെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ. ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുക. ഹോസ്പിറ്റലൈസേഷൻ എഴുതുമ്പോൾ മേക്ക് ഷുവർ യു റൈറ്റ് ഇറ്റ് ആസ് SATION. ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ he was discharged. During hospitalization he got good progress. നല്ല പ്രോഗ്രസ് ഉണ്ട് എന്ന് നമ്മൾക്ക് പറയാവുന്നതാണ്. he has made good progress. while on care. while on care എന്ന് നമുക്ക് പറയാം. that is also fine. while on care. so while on care എന്ന് പറയുമ്പോൾ there we will be lacking some sort of clarity over there. അപ്പോൾ ചെറിയൊരു ക്ലാരിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. കാരണം ഈ ഒരു കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നവംബർ 2020 പേഷ്യൻ്റ് റുട്ടീൻ ചെക്കപ്പിന് വന്നതാണ്. ആൻഡ് വെൻ വി ഡയഗ്നോസ് ദ കണ്ടീഷൻ സർജറിക്ക് വേണ്ടിയാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ ഇൻ ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് ദ ലെറ്റർ ദിസ് ഇസ് എ പ്രസൻറ്റഡ് കേസ്. അതെങ്ങനത്തെ കേസാണ്? പ്രസൻറ്റഡ് കേസാണ്. അത് കഴിഞ്ഞ് കണ്ടീഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാണ് അവിടെ എന്ത് നടക്കുന്നത്? നമ്മൾ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ അഡ്മിഷൻ കഴിഞ്ഞിട്ടാണുള്ള പീരീഡിലാണ് എന്ത് പറയുന്നത്? ഹോസ്പിറ്റലൈസേഷനിലെ കാര്യങ്ങൾ നടക്കുന്നത്. സോ വൈൽ ഓൺ കെയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഗീവ്സ് എ ജനറൽ ഐഡിയ. അതിനൊരു ജനറൽ ഐഡിയ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മളുടെ അടുത്ത് റുട്ടീൻ ചെക്കപ്പിന് വരുവാണ്. സോ വെൻ ഹി അപ്രോച്ച് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്കിനും എന്താണ് നമ്മൾ മരുന്ന് കൊടുത്തു. വി ഗേവ് ദ മെഡിസിൻ ആൻഡ് വി സെൻഡ് ദ പേഷ്യൻറ്റ് ബാക്ക് ആൻഡ് അഗെയിൻ ദ പേഷ്യൻറ്റ് അപ്രോച്ച്ഡ് us. അഗെയിൻ ഓൾസോ വി സെൻഡ് ദ പേഷ്യൻറ്റ് ബാക്ക്. മെഡിസിൻ കൊടുത്ത് നമ്മൾ സെൻഡ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ വെൻ വി ആർ പ്രൊവൈഡിങ് ദ മെഡിസിൻ ഫ്രം അവർ സൈഡ് ദ പേഷ്യൻ്റ് ഇസ് ഇൻ അവർ കെയർ. പേഷ്യൻ്റ് നമ്മുടെ കെയറിൽ തന്നെയാണ്. വൈൽ ഓൺ കെയർ എന്ന് പറയുമ്പോൾ ജനറലായിട്ട് പേഷ്യൻ്റ് കെയറിലാണെന്നേ ഉള്ളൂ. പക്ഷേ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ദ കെയർ ഇസ് പ്രൊവൈഡിങ് ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് കറക്റ്റായിട്ട് ക്ലാരിറ്റിയിൽ കൺവേ ചെയ്യാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നമിത. ഓക്കെ, സോ എല്ലാവർക്കും ഇത് ക്ലിയർ ആവുന്നു? ഐ യു ഗൈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ദാറ്റ് വി ആർ ഡിസ്കസിങ്? ഞാൻ ഒരു ലെറ്ററാണ് പറയുന്നതെങ്കിലും ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട പല ആസ്പെക്ട്സുകൾ പല ലെയറിൽ സംസാരിക്കുന്നുണ്ട്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഏബിൾ ടു ഫോളോ മീ. ഞാൻ പറയുന്നത് കറക്റ്റ് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, യാ. സോ എല്ലാവരും ആ ഒരു റെസ്പോൺസ് എന്നെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിച്ചാൽ ഐ വിൽ ബി റിയലി ഹാപ്പി ആൻഡ് ഐ വിൽ കണ്ടിന്യൂ വിത്ത് ദ സെഷൻ ആസ് വെൽ. Okay, and Anpu is asking, she has made good progress. Is this correct? Yes, she has made good progress. Is this correct എന്ന് ചോദിച്ചാൽ that is correct. കാരണം പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇസ് അൺകൗണ്ടബിൾ. അപ്പോൾ ഷീ ഹാസ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷീ ഹാസ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ് ആണോ? സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷീ മെയ്ഡ് ഗുഡ് പ്രോഗ്രസ്, ഷീ മെയ്ഡ് good progress, she has made good progress. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഷീ മെയ്ഡ് ഗുഡ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അത് അവർ നല്ല പ്രോഗ്രസ് ഉണ്ട്, അതൊരു പാസ്റ്റിൽ നടന്ന ആക്ഷനാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അവർക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴാണ് അവർക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടെൻസിൽ പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാം. ഹാസ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് അവർക്ക് നല്ല പ്രോഗ്രസ് ഉണ്ട്. ഷീ മെയ്ഡ് ഗുഡ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി നല്ല പ്രോഗ്രസ് ഉണ്ട്. സോ ദിസ് ഇസ് പാസ്റ്റ് ടെൻസ്, ദിസ് ഇസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് ഓൾറെഡി കംപ്ലീറ്റഡ് ആയ ആക്ഷനും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയ ആക്ഷനും. അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് ഇനി ഓർത്ത് വെക്കാനായിട്ടൊരു എളുപ്പത്തിന് ആസ് എ ടിപ്പ് ഐ ക്യാൻ ടെൽ യു ദാറ്റ് ഇഫ് യു ആർ യൂസിങ് ദ കണക്റ്റർ കറൻ്റ്ലി, നിങ്ങൾ കറൻ്റ്ലി എന്ന് പറയുന്ന കണക്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഷീ ഹാസ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ് എന്ന് പറയാം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ.
ഇനി ഷീ മെയ്ഡ് ഗുഡ് പ്രോഗ്രസ് എന്നാണെങ്കിൽ അതെപ്പോഴും ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഷെയർ എ സിറ്റുവേഷൻ. ഒരു പേഷ്യൻ്റ് സർജറി കഴിഞ്ഞ് ഡിസ്ചാർജായി പോയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്തിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് 2 വീക്ക് കഴിഞ്ഞ് അവർ നമ്മളുടെ അടുത്ത് ഫോളോ അപ്പിന് വരുവാണ്. അപ്പോൾ സർജറിയിൽ നിന്ന് അവർക്ക് എന്തുണ്ട്? നല്ല പ്രോഗ്രസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ അവരെന്തിനാണ്? ഫോളോ അപ്പിനാണ് വരുന്നത്. അപ്പോൾ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാം? ഷീ മെയ്ഡ് ഗുഡ് പ്രോഗ്രസ്. അവിടെ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? മെയ്ഡ് പാസ്റ്റിൽ പറഞ്ഞാൽ മതി നല്ല പ്രോഗ്രസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോൾ അവർ ഫോളോ അപ്പിന് വരികയാണ്. ഇനി സർജറി കഴിഞ്ഞ് ഇന്നാണ് അവർ ഡിസ്ചാർജ് ആയി പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? കറൻ്റ്ലി ഷീ ഹാസ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് ദ ഡിഫറൻസ്. ആൻഡ് ബെൻസ്ന ജോൺസൺ ഇസ് ആസ്കിങ്, മാം സഫറിങ് ഫ്രം എഴുതാൻ പറ്റുമോ? സഫറിങ് ഫ്രം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഗ്രാമാറ്റിക്കലി ദാറ്റ് ഈസ് കറക്റ്റ്. പക്ഷേ സഫറിങ് എന്നൊക്കെ പറയുമ്പോൾ പേഷ്യൻറ്റിന് ഒരു നെഗറ്റീവ് കണോട്ടേഷൻ കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. സഫറിങ് എന്നുള്ള ടേം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ടു അവോയ്ഡ്. ഇഫ് യു ഹാവ് അതർ വേർഡ്സ് ടു റീപ്ലേസ് ദറ്റ് വേർഡ്, നമുക്ക് എന്ത് പറയാം? ആ വേർഡ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം സഫറിങ് എന്ന് പറയുന്ന ഒരു വേർഡിനൊരു നെഗറ്റീവ് ടോൺ ഉള്ളത് കൊണ്ട്. I hope it is clear, Benson Johnson. Animal Korean, hi ma'am, ഞാൻ ടിജൂസ് അക്കാദമി ലൈവ് സെക്ഷൻ സ്ഥിരമായി കൂടാറുണ്ടായിരുന്നു. യെസ്റ്റർഡേ എൻ്റെ റിസൾട്ട് വന്നു. വാവ്, റൈറ്റിംഗ് 360, സ്പീക്കിംഗ് 440, റീഡിംഗ് 350, ലിസ്ണിംഗ് 380. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. താങ്ക് യു. വാവ് അനുമോൾ, മെനി കൺഗ്രാറ്റുലേഷൻസ് ടു യു. സോ ദാറ്റ്സ് സച്ച് എ ഹാപ്പി ന്യൂസ്. സോ നമ്മൾ ലൈവ് സെഷൻസ് എല്ലാം കണ്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ട് വന്ന് നമ്മളോട് ലൈവിൽ തന്നെ ഷെയർ ചെയ്യുമ്പോൾ, ഈവൻ ദോ വി ആർ നോട്ട് മീറ്റിംഗ് യു പീപ്പിൾ ഇൻ പേഴ്സൺ, നമ്മളെ ഓഫ്ലൈനിൽ ഡയറക്റ്റായിട്ട് കാണുന്നില്ല എങ്കിൽ കൂടെ തന്നെ വെൻ യു ആർ ഷെയറിംഗ് ദ ഹാപ്പി ന്യൂസ് വിത്ത് അസ്, ദിസ് ഇസ് സച്ച് എ ഹാർട്ട് വാർമിംഗ് സിറ്റുവേഷൻ ഫോർ അസ്. വി ആർ വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ ഷെയറിംഗ് ദ ന്യൂസ് വിത്ത് അസ് ആൻഡ് മെനി കൺഗ്രാറ്റുലേഷൻസ് ടു യു. ആൻഡ് എല്ലാം നല്ല സ്കോറുകളാണ്. സോ നമ്മുടെ ലൈവ് സെഷൻസ് നിങ്ങളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ഓൺ ബിഹാഫ് ഓഫ് അവർ എൻറ്റയർ ടീം, മെനി കൺഗ്രാറ്റുലേഷൻസ് ടു യു. ടിജൂസ് ഫാമിലിയുടെ മൊത്തത്തോടെയുള്ള കൺഗ്രാറ്റുലേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ മൊഡ്യൂളിനും നല്ല സ്കോറുണ്ട്. അതെല്ലാം നമ്മളോട് ഒന്ന് ഷെയർ ചെയ്തതിലും വളരെ സന്തോഷം. യു ആർ ബീങ് എ മോട്ടിവേഷൻസ് ഫോർ അതേഴ്സ് ടു ഷെയർ ദ ഗുഡ് ന്യൂസ് വിത്ത് അസ്. അപ്പോൾ ഈ എക്സാം അടുത്ത ശനിയാഴ്ച എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ് കൂടുതലും ഈ ലൈവ് ഇപ്പോൾ കാണുന്നതെന്ന് എനിക്ക് ഐ എം വെരി മച്ച് അവെയർ. അപ്പോൾ അവർക്കെല്ലാം ഇതുപോലെ തന്നെ എക്സാം എളുപ്പത്തിൽ നല്ല സ്കോർ കിട്ടി അങ്ങനെ തിരിച്ച് നമ്മളോട് വന്ന് ഷെയർ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കൂടെയാണ് അനുമോൾ. വൺസ് അഗെയിൻ മെനി കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ടിജൂസ് ഫാമിലി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദ ന്യൂസ് with us. Okay, and Namita, yes. Okay, Divya is asking, ma'am, post-operatively P and O, do I need to capitalize? Post-operatively P matram nammal capitalize cheytha madi. We only need to capitalize P over there, Divya. I hope it is clear. Soumya, okay, I hope you people understood the difference between she made good progress and she has made good progress. She made good progress and has made good progress തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. Yes, Steffi Saji is provisionally diagnosed. was difference പറയാമോ? ഓക്കെ, ഈസ് പ്രൊവിഷണലി ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ പ്രൊവിഷണൽ ഡയഗ്നോസിസ് സ്റ്റേജിലാണ് ഉള്ളത്. ഓൺ ദി അതർ ഹാൻഡ് വി ഹാവ് കൺഫേംഡ് ദ പ്രൊവിഷണൽ ഡയഗ്നോസിസ്. പ്രൊവിഷണൽ ഡയഗ്നോസിസിനെ നമ്മൾ എന്ത് ചെയ്തു? കൺഫേം ചെയ്ത് ഡെഫിനറ്റീവ് ആക്കി കഴിഞ്ഞു. ഇഫ് ഇറ്റ് ഹാസ് ബിക്കം ഡെഫിനറ്റീവ് ഡയഗ്നോസിസ്, പിന്നെ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? വാസ് പ്രൊവിഷണലി ഡയഗ്നോസ്ഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും പ്രൊവിഷണൽ ഡയഗ്നോസിസ് സ്റ്റേജിലാണെങ്കിൽ ഈസ് പ്രൊവിഷണലി ഡയഗ്നോസ്ഡും, ഓൾറെഡി പ്രൊവിഷണൽ ഡയഗ്നോസിസ് മാറ്റി ഡെഫിനറ്റീവ് ഡയഗ്നോസിസ് ആക്കിയെങ്കിൽ വാസ് പ്രൊവിഷണലി ഡയഗ്നോസ്ഡുമാണ് നമുക്ക് എഴുതാൻ പറ്റുക. സ്റ്റെഫി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാം, ഈ റിപ്പീറ്റഡ് വിസിറ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? റിപ്പീറ്റഡ് വിസിറ്റ് ആണെങ്കിൽ ഫസ്റ്റ് വിസിറ്റിൽ നമുക്ക് വിസിറ്റഡ് പറയാം. ആൻഡ് ദ നെക്സ്റ്റ് വിസിറ്റിലെ കാര്യങ്ങൾ റീവിസിറ്റഡ്, റീപ്രസൻറ്റഡ്, റിട്ടേൺ എന്ന് യൂസ് ചെയ്യാം. സോ സെക്കൻഡ് വിസിറ്റുകളിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. റീവിസിറ്റ് ഇസ് ദെയർ, റീപ്രസൻറ്റ് ഇസ് ദെയർ, ആൻഡ് റിട്ടേൺ ഇസ് ഓൾസോ ദെയർ. റീപ്രസൻറ്റ്, റീവിസിറ്റ് ആൻഡ് റിട്ടേൺ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇഫ് ദർ ആർ മോർ ദാൻ മൾട്ടിപ്പിൾ വിസിറ്റ്സ് ഉണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് ടു സ്പെസിഫൈ ഈച്ച് ആൻഡ് എവറി സിംഗിൾ വിസിറ്റ്. ഓരോ വിസിറ്റും നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് പറയാം? ഓൺ സബ്സിക്വൻറ്റ് വിസിറ്റ്, ഓൺ സബ്സിക്വൻറ്റ് വിസിറ്റ്സ് എന്ന് പറയാം. ഓൺ സബ്സിക്വൻറ്റ് വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ തുടർന്നുള്ള വിസിറ്റുകളിൽ എന്ന് പറയുമ്പോൾ എല്ലാ വിസിറ്റുകളും കൂടെ ഒരുമിച്ച് നമുക്ക് ഒന്നിലധികം വിസിറ്റുകളുടെ കോണ്ടൻറ്റ് ഒരുമിച്ച് പറയാവുന്നതാണ്.
I hope it is clear, Namita. And Anupa, thank you, ma'am, for your full support. I watched all the videos of Tiju for the last 1 year and make notes. Yesterday, my OET. Oh, you also got... Wow, that's such a good day for us. So, UK score on that. Congratulations to you as well, Anupa Lawrence. Thank you for watching all our live sessions. And we are very much glad with the fact that it was helpful for you and you secured the highest scores, and you're all set to go to UK. So thank you so much for sharing the good news with us, and many congratulations from Tiju's family. Thank you, Anupa. Okay, and Saumya, the next question. So Anupa has mentioned the name. So Bindu ma'am, Aishwarya, Rajisha ma'am, Varsha ma'am. Definitely, thank you so much. I will definitely share the good news with Bindu ma'am, Varsha ma'am, and Rajisha ma'am as well. So Varsha and Bindu ma'am are here with me in Mavelikara. So Rajisha ma'am is there in Tiruvalla. So I will definitely convey the good news with all my teammates. Thank you so much, Anupa, once again. And Jisha, I would like to inform you, I cracked OET B score in all modules. I am not a student of Tiju's Academy, but your videos regarding writing really helped me. Thank you so much, Bisha, from the bottom of my heart. നമ്മളെ ലൈവ് സെഷൻസ് ജിഷാനെ ഹെൽപ്പ് ചെയ്തു. ജിഷാനെ മാത്രമല്ല ഒത്തിരിയധികം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഐ എം വെരി മച്ച് ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ദ ഗുഡ് ന്യൂസ്. ആൻഡ് ഇങ്ങനത്തെ ഗുഡ് ന്യൂസസ് നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് മേക്കിംഗ് എസ് ടു വർക്ക് മോഡ്. നമ്മളെ കുറേയും വർക്ക് ചെയ്യാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ കൂടെയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ഇൻ ദ ലൈവ് ആൻഡ് ഷെയറിങ് ദ ഗുഡ് ന്യൂസ് വിത്ത് us, not only for Jisha, for everyone, and many congratulations to all the winners. Okay, and Saumya Verghese is asking me, reference line aged just ഒന്ന് പറയാമോ? ഓക്കെ, റെഫറൻസ് ലൈൻ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? I will go with the topic. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? നമ്മൾ ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ in what all ways we can write the reference line? റെഫറൻസ് ലൈൻ പറയുമ്പോൾ മിസ്റ്റർ അലക്സ് ജോയ്. സോ പേഷ്യൻറ്റിൻ്റെ പേര് മിസ്റ്റർ അലക്സ് ജോയ്. പേഷ്യൻറ്റിൻ്റെ പേരെഴുതി. ഏജ് എങ്ങനെയൊക്കെ എഴുതാം? സോ ഏജ്ഡ് ആണ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ പേര് കഴിഞ്ഞ് പുട്ട് എ കോമ, ഏജ്ഡ് എന്ന് എഴുതുക. 50 years. മിസ്റ്റർ അലക്സ് ജോയ്, പുട്ട് എ കോമ, ഏജ്ഡ് 50 years. ഇങ്ങനെ എഴുതാം. ഇനി ഇങ്ങനെയല്ല എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ RE റെഫറലിൻ്റെ ഷോർട്ട് ഫോം എഴുതി മിസ്റ്റർ അലക്സ് ജോയ് എന്നെഴുതി. അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കഴിഞ്ഞ് എന്തെഴുതുക? ക്യാപിറ്റൽ AGE, എ ക്യാപിറ്റൽ ആക്കിയിട്ട് എഴുതുക. ഏജ് 50 years old. സോ സ്മോൾ ലെറ്റർ ഏജ് ആണെങ്കിൽ പേര് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ഏജ്ഡ് 50 years എന്ന് എഴുതണം. ക്യാപിറ്റൽ ലെറ്റർ ഏജ് ആണെങ്കിൽ പേര് കഴിഞ്ഞിട്ട് ഒരു ലൈൻ ലീവ് ചെയ്തിട്ട്, ഒരു ലൈനല്ല ഒരു സ്പേസ്, കുഞ്ഞൊരു സ്പേസ് ലീവ് ചെയ്തിട്ട് AGE ക്യാപിറ്റൽ ലെറ്റർ AGE എന്ന് എഴുതുക. അത് കഴിഞ്ഞ് അഗെയിൻ പുട്ട് എ കോളൻ 50 years old. അപ്പോൾ ഏജ്ഡ് ആണെങ്കിൽ ഓൾഡ് ഇല്ല, ഏജ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഓൾഡ്. സൗമ്യ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Yes, Jisha, definitely I will be conveying the news with the Rajisha ma'am as well. Definitely obviously. Thank you so much. Your videos are really support. Thank you. And we are very much glad with the fact that we could help you in some way. Thank you. And dare to dance. Okay, previous started medication continue ആണെങ്കിൽ he was commenced on aspirin which needs to be continued. Correct ആണോ? കണ്ടിന്യൂവേഷൻ ഉണ്ടെങ്കിൽ ഈവൻ ആഫ്റ്റർ ഡിസ്ചാർജ് കഴിഞ്ഞും കണ്ടിന്യൂവേഷൻ ഉണ്ടെങ്കിൽ was commencedന് പകരം you have to use has been യൂസ് ചെയ്യണം. കണ്ടിന്യൂവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? വാസിന് പകരം ഹാസ് ബീൻ ഉപയോഗിക്കും. കൊടുത്തു എന്ന് മാത്രമേ ഉള്ളെങ്കിൽ വാസ് ഉപയോഗിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഷീ വാസ് ഫൗണ്ട് ടു ഹാവ് സിംറ്റംസ് ഓർ ഷീ നോട്ടഡ് വിത്ത്. ഷീ നോട്ടഡ് സിംറ്റം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് നോട്ട് ചെയ്തു. പേഷ്യൻറ്റിന് നോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ അവരെ നോട്ട് ചെയ്യുവാണ്. അപ്പോൾ ഷീ വാസ് ഫൗണ്ട് ടു ഹാവ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ സിംറ്റംസ് ഫീവർ, റെഡ്നെസ്, റാഷസ് വെയർ നോട്ടഡ് എന്നും പറയാം. സിംറ്റംസ് വെയർ നോട്ടഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ വാസ് ഫൗണ്ട് ടു ഹാവ് ദ സിംറ്റംസ് എന്ന് പറയാം. ഷീ നോട്ടഡ് വിത്ത് ദ സിംറ്റം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് തന്നെ നോട്ട് ചെയ്തു എന്നാണ്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. നോ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അൻപു ഹൈഫണേറ്റഡ് ആണോ? ഇയേഴ്സ് ഓൾഡ് അല്ല, ഇയേഴ്സ് ഓൾഡ് നമുക്ക് ഹൈഫണേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ദർ ഇസ് നോ ഹൈഫൺ ഇൻ ദി റെഫറൻസ് ലൈൻ. റെഫറൻസ് ലൈനിൽ എന്തില്ല? ഹൈഫൺസ് ഒന്നും ഇല്ല.
If the patient name is Maria Sarah Binoy, we will write the second name and third. He said, we'll go for Miss Binoy. Last name നമുക്ക് പോവാം. Okay. So നമ്മൾ എന്തായി, we have discussed a letter which was happened in one of the previous letter. അപ്പോൾ അതിനുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ലെറ്റർ ഫ്രം ദി ഇൻഫർമേഷൻ ദാറ്റ് വി ഗ്യാതർഡ് ഫ്രം ദ സ്റ്റുഡൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതുമാത്രമല്ല, I have addressed all the questions that have that was there in my comment box from your side. നിങ്ങളുടെ സൈഡിൽ നിന്ന് എൻ്റെ comment boxൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. So keep on I hope it is clear. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് സിൻസ് ദ ടൈം ഈസ് ഓൾമോസ്റ്റ് അബൌട്ട് ടു വൈൻഡ് അപ്പ്, ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. Not I, actually we wish you all the very best to all the people those who are going to have their exam on this coming Saturday. ഈ ഒരു സാറ്റർഡേയിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും our sincere wishes from Tiju's family. May all of you clear the exam with the highest score and get your dream score. Let's fly to the should be able to fly to the dream destination. Okay, so എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. So all the very best to everyone. So may all of you clear the exam with the highest score and fly to their dream destination. So on behalf of Tiju's family, all the very best to people those who are going to have their exam on this coming Saturday. And അവരെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എക്സാം എഴുതാൻ പോകുന്ന നമ്മളുടെ ടിജൂസിൻ്റെ സ്റ്റുഡൻസ് മാത്രമല്ല, പുറത്തുള്ള സ്റ്റുഡൻസ് ഉൾപ്പെടെ നമ്മൾ ലൈവ് കാണുന്ന എല്ലാവരോടും what I wanted to tell you എന്ന് പറഞ്ഞാൽ, see, you people were working hard for the past couple of months. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾ വളരെ നന്നായി കഷ്ടപ്പെടുകയാണ് എന്ന് നമ്മൾക്കറിയാം. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡ് വരുന്ന ദിവസം കൂടിയാണ് എക്സാമിനേഷൻ. അതുകൊണ്ട് വളരെ നന്നായി റെസ്റ്റ് എടുത്ത് ഒരു ക്ലീൻ പീസ്ഫുൾ മൈൻഡ് സെറ്റോട് കൂടി കോൺഫിഡൻ്റ് ആയിട്ട് യു ഷുഡ് റൈറ്റ് ദ എക്സാമിനേഷൻ. ആൻഡ് we very much respect the hard work that you people are putting in your preparation time. നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈമിൽ പ്രിപ്പറേഷൻ ഡേയ്സ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്കിനെ കുറിച്ച് നമ്മൾ വളരെയധികം അവെയറാണ്. ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക് ആസ് വെൽ. സോ അതെല്ലാം ഒരു ദിവസം നന്നായി തന്നെ ആ ഹാർഡ് വർക്കിനെല്ലാം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടട്ടെ. സോ വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ കാൻഡിഡേറ്റ്സ് ദോസ് ഗോണ ഹാവ് ദർ എക്സാം ഓൺ ദിസ് കമ്മിങ് സാറ്റർഡേ. ജൂൺ 22 നടക്കുന്ന എക്സാം എല്ലാവർക്കും നല്ലതായിട്ട് എഴുതാൻ പറ്റട്ടെ. ആൻഡ് ദോസ് ഹു ഹാവ് ഗോട്ട് ദ ഹയർ സ്കോർസ് ഇൻ അവർ ലാസ്റ്റ് എക്സാം, ജൂൺ 1 എക്സാം കഴിഞ്ഞവരുടെ റിസൾട്ട്സൊക്കെ വരെയുണ്ടായി. സോ അതിൽ വിന്നേഴ്സായ നല്ല സ്കോർ കിട്ടിയ എല്ലാ സ്റ്റുഡൻസിനും മെനി കൺഗ്രാറ്റുലേഷൻസ് ഫ്രം അവർ സൈഡ് ആസ് വെൽ. സോ താങ്ക് യു സോ മച്ച്. Soumya was asking me one more question. If the patient age in days meant how to write it, we can go for daysൽ നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് സൗമ്യ മാം 16 ബിലോ ആണെങ്കിൽ നെയിം എഴുതണോ? 16 ബിലോ ആണെങ്കിൽ നമ്മൾ അവരുടെ ഫസ്റ്റ് നെയിം ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാറ ബിനോയ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് 16 അതിൽ താഴെയോ ആണെങ്കിൽ സാറ എന്നുള്ള ഫസ്റ്റ് നെയിം ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് മേജർ ആണെങ്കിൽ 17 അതിൽ മുകളിലേക്കാണെങ്കിൽ ബിനോയ് എന്നുള്ള സേർ നെയിം ആയിരിക്കും ഉപയോഗിക്കുക. മേജർ ആണെങ്കിൽ വി വിൽ ബി യൂസിങ് ദ ടൈറ്റിൽ അക്കോർഡിംഗ് ടു ദ ജെൻഡർ. മൈനർ ആണെങ്കിൽ നമ്മൾ മിസ്, മിസ്റ്റർ പോലത്തെ ടൈറ്റിൽസ് ഒന്നും എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യില്ല. Okay, I hope it is clear. Bablu and Soumya, I have addressed your questions as well. Thank you so much. Yes, Divya, you are always welcome. Raji is also having exam. Yes, thank you, Raji, for being here, and all the very best to you as well. No dates given, so what to write at that time? If no other dates are case note, if no other dates are mentioned in the case note ഒരു ഡേറ്റും ഇല്ല എങ്കിൽ you have to write the letterhead date നിങ്ങളുടെ എക്സാം ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഡേയ്സ് എന്നൊക്കെ സബ്സിക്വൻ്റ്ലി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളതിനെ കണക്ട് ചെയ്യാം. ഡേറ്റ് എഴുതേണ്ട കാര്യമില്ല. Okay, Angel Marina, hi, thank you so much ma'am for your classes. Your classes are very interesting. Thank you so much, Angel, for finding my classes as interesting and the classes interesting and arnadal. Thank you so much, and for sharing those things with me as well. Thank you so much, and you're always welcome. Okay. Yes, all right. So I hope I have addressed all the questions, and once again, thank you so much everyone for being here with me for the last 40 minutes. So what I wanted to say is all the best to the candidates those are going to have their exam, and already clear എല്ലാവർക്കും congratulations, and thank you so much once again. We'll be meeting very soon
സോ ഇനി നമ്മൾ കാണുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഗുഡ് ന്യൂസും നമ്മളോട് വന്ന് ഷെയർ ചെയ്യുക. ദ ഫാക്ട് ദാറ്റ് യു ക്ലിയർ ദ എക്സാം വിത്ത് ഹയർ സ്കോർസ് എന്നുള്ള കാര്യവും നമ്മളോട് വന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ ബീങ് ഹിയർ വിത്ത് മീ. എൻ്റെ കൂടെ ഇത്ര നേരം ഇരുന്നതിൽ മാത്രമല്ല, സോ ഈ ഒരു സെഷൻ ഞാൻ മാത്രം പറഞ്ഞ് സംസാരിക്കുന്നതിന് പകരം യു മെയ്ഡ് ഇറ്റ് ഇൻട്രാക്റ്റീവ്. നിങ്ങളാണ് നിങ്ങളുടെ കോമെൻറ്റിൽ വരെ ഈ സെഷനെ ലൈവ് ആക്കുന്നത്, ഇൻട്രാക്റ്റീവ് ആക്കുന്നത്. സോ അതിനും എന്താണ് താങ്ക് യു സോ മച്ച്. യെസ് അൻപു, Ranpuraj, Raji, Binsi, everyone was welcome. Sudhimon, thank you ma'am for super, and thank you Sudhimon, thank you everyone. Okay.